ഞാൻ ജനറ്റിക് എഞ്ചിനീയേഴ്സിന് വേണ്ടി ഒരു ചെറിയ പ്രൊവക്കേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ജനറ്റിക് എഞ്ചിനീയേഴ്സിന് ഞാൻ ജെനറ്റിക്സ് അല്ല പഠിച്ചത് കേട്ടോ, ഞാൻ ഇലക്ട്രോണിക്സ് ആണ് പഠിച്ചത്. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു പ്രൊവക്കേഷൻ. ഇപ്പം പണ്ട് കാലത്തൊക്കെ നമ്മൾ ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് കണ്ട് സംസാരിക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ കണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അന്നത്തെ ആ ചിന്ത ഇപ്പോൾ പറഞ്ഞ നാണക്കേടാണ്. ഇപ്പോൾ കണ്ട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ ജസ്റ്റ് ഒരു പ്രൊവക്കേഷൻ, ചിലപ്പോൾ 20 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് ഉണ്ടായാലോ. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്ന അല്ലെങ്കിൽ ഇവരോടൊക്കെ ഒന്ന് ഒരു പ്രൊവക്കേഷൻ കൊടുക്കാൻ വന്ന ഇതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവൻ, ഉറുമ്പിൻ്റെ മൃഗങ്ങളുടെ എല്ലാം ജീവൻ, നമ്മുടെ ജീവൻ എല്ലാം സെയിം ആണെന്ന് ഏകദേശം എല്ലായിടത്തും പറയുന്നത് അല്ലേ. ജീവൻ എല്ലാം സെയിം ആണ്. പക്ഷേ ജീവൻ്റെ തുടിപ്പ് എവിടെ ആയിരിക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതെന്തെങ്കിലും നമുക്ക് ഇത്രയൊക്കെ ഒരുപാട് ജെനറ്റിക്സിലൊക്കെ ഒരുപാട് ടെക്നോളജീസ് വന്നെന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു നാളിൽ ഈ നമ്മൾ ഹൃദയവും എല്ലാം മാറ്റി വയ്ക്കാൻ പറ്റുന്നത് പോലെ, ഹൃദയവും കിഡ്നിയൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റുന്നത് പോലെ നമ്മുടെ ഈ ജീവൻ മാറ്റി വയ്ക്കാൻ സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഉറുമ്പിൻ്റെ ജീവൻ, നമ്മൾ മരിച്ച ഒരാളുടെ ശരീരത്തിനകത്ത് ഈ സാധനത്തിനെ കയറ്റി, ഉറുമ്പിനെ കയറ്റി വെച്ച് തല്ലിക്കൊന്ന് അതിനെ അടിച്ചു കൊന്നിട്ട് അതിൻ്റെ ജീവൻ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇതിൻ്റെ ജീവൻ അതിൽ കൺവേർട്ട് ചെയ്ത് കയറ്റാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എത്രയോ പേര് രക്ഷപ്പെട്ടേനെ. അത് നശിച്ച ബോഡിയിലല്ല, ഒരു യൗവനയുക്തമായിട്ടുള്ള ബോഡിക്കകത്ത് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഡെത്തിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇതാണ് എൻ്റെ ചോദ്യം.